ചേട്ടാ, നിങ്ങൾക്കൊരു ആശങ്കയില്ലേ ശരിക്കും? പിന്നെ തീർച്ചയായിട്ടും എൻ്റെ ദൈവം ആശങ്കയില്ലെന്നോ. ഇതിപ്പോൾ ഇത്രയും ഭീകരമായൊരവസ്ഥ മുൻപുണ്ടായിട്ടില്ലല്ലോ. ഇത്രയും വർഷമായിട്ടും ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ പേടിച്ച് എല്ലാം കൂടി എല്ലാം കൂടി ബോധം പോകുന്ന അവസ്ഥയിലുള്ളത്. സ്പോട്ടിലേക്കാ? ഇല്ല, ഇവിടുന്ന് ഒരു 10-60 മീറ്റർ 100 മീറ്റർ അത്രേ ഉള്ളൂ. 50-50 മീറ്ററിൻ്റെ അടുത്തുള്ളൂ. വന്നിട്ടുണ്ട്, പക്ഷേ അങ്ങനെ തോട്ട് വന്ന് രാത്രിയൊക്കെ വന്ന് പോകുന്നല്ലാതെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആനയും അങ്ങനെ തന്നെ വന്നിട്ട് കുറച്ച് കഴുങ്ങും ഇതെല്ലാം പൊട്ടിച്ചിട്ട് പോകുന്നല്ലാതെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊരു വല്ലാത്തൊരു സംഭവമായി പോയില്ലേ പെട്ടെന്ന്. ഇല്ല, ഇന്ന് ഞങ്ങൾ നേരത്തെ അവിടെ നിൽക്കുമ്പോൾ, സ്പോട്ടിൽ നിൽക്കുമ്പോൾ അവിടെ കുറച്ച് 3 പേര് അങ്ങോട്ട് പോയായിരുന്നു. അന്നേരം അവിടെ ചെറിയ മുരളിച്ചെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. അവിടെ വിട്ടു പോകില്ല, എന്തായാലും 3 ദിവസം എന്തായാലും അവിടെ മസ്റ്റായിട്ടുണ്ടാവും. അതാണിപ്പോൾ പ്രശ്നം. എല്ലാവർക്കും ഇപ്പോൾ എവിടെ എന്ത് ചെയ്യണമെന്നൊരു പിടുത്തമില്ല. ഇപ്പോൾ എങ്ങനെ ഇവിടെ ജീവിക്കും എന്നുള്ളൊരു വല്ലാത്തൊരു ആശങ്കയിലുള്ളത് എല്ലാവരും കൂടി. അതെ 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 ചുറ്റും കാപ്പിത്തോട്ടാണ് ഇവിടെ. അത് നിങ്ങൾ ആ സ്പോട്ടിൽ പോയിരുന്നോ? ആ സ്പോട്ടിൻ്റെ അവിടെ അത് ബോർഡറാണ്. ഫോറസ്റ്റ് അങ്ങോട്ട് ബോർഡർ, പിന്നെ ഫോറസ്റ്റാണ്, ഇങ്ങോട്ട് തോട്ടമാണ്. ഇനിയിപ്പോൾ അങ്ങോട്ടും പിന്നെ പ്രിയസ്റ്റ് എസ്റ്റേറ്റാണ്, പിന്നെ അങ്ങോട്ട് ഇനി ഫുള്ള് ഫോറസ്റ്റാണ്. ബന്ധുവാണ്. നമ്മുടെ പിന്നെ അച്ഛൻ്റെ അനിയൻ്റെ വൈഫാണ് മരിച്ചത്. അതെ അതെ, ആ ഒരു ബുദ്ധിമുട്ടിൽ ഇങ്ങനെ എല്ലാവരും നിൽക്കുകയാണ്. രാത്രി ഇനിയിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ഒരു സംഭവം കൂടി ഉണ്ടായപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ പുറത്തിറങ്ങുന്നുള്ളൊരു ശങ്കയാണ്. ഇനിയിപ്പോൾ കടയിൽ പോക്കും ഇത് പരവൊക്കെ കൂടി എല്ലാത്തൊരു അവസ്ഥയിലുള്ളത്. ഇനിയിപ്പോൾ എങ്ങനെ കൃഷിപ്പണി തന്നെയാണ്. അയ്യോ, പുറത്തിറങ്ങാൻ വെച്ചാൽ ഈ ഒരു സംഭവം ഉണ്ടായിട്ട് ഇനിയിപ്പോൾ എങ്ങനെ പുറത്തോട്ട് പോകും, എങ്ങനെ പണിക്ക് പോകുന്നുള്ളൊരു ശങ്കയുണ്ട്. ഇപ്പോൾ എങ്ങനെ ഇനിയിപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നൊരു പിടുത്തമില്ല. വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ ഈ ചേട്ടൻ്റെ വീട് ഈ സംഭവം നടന്ന സ്ഥലത്തിന് തൊട്ട് അടുത്തുള്ളൊരു വീടാണ്. അപ്പോൾ ആ വീടിൻ്റെ ചേട്ടനാണ് പറയുന്നത് അവരുടെ ഒരു ആശങ്ക ഇത്രത്തോളം ഉണ്ട് എന്നത്, അത് പരിഹരിക്കണം എന്നതാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. മരിച്ച രാധയുടെ കുടുംബത്തിന് 11 ലക്ഷം രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. ഒപ്പം മക്കൾക്ക് ജോലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം കടുവയെ വെടിവെച്ച് കൊല്ലും. ഇതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനമായിട്ടുള്ളത്. ആ തീരുമാനത്തിനപ്പുറത്തേക്ക് ജനങ്ങൾ പറയുന്നത് അതൊരു താൽക്കാലികമായ ആശ്വാസം എന്നതാണ്. പക്ഷേ അതല്ല അത് വേണ്ടത്.